നമസ്കാരം. പ്രണവത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ KV സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സർപ്പപ്രതിഷ്ഠയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് സാർ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിലും നമുക്കത് തുടർന്ന് കേൾക്കാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഈ സർപ്പപ്രതിഷ്ഠ ഇന്ന കുലത്തിൽ ഇന്ന ഭവനത്തിലുള്ള ഒരു നടത്തണം, അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ സർപ്പം അവിടെ ഇരിക്കില്ല എന്നുള്ള രീതിയിലാണ് ഈ ജ്യോത്സ്യന്മാരൊക്കെ വിധിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ പലർക്കും പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ജ്യോതിഷം അന്ധവിശ്വാസ ജടിലമായ ഒരു ശാസ്ത്രമാണ്, ജനങ്ങളുടെ പൈസ വെറുതെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പായിട്ട് മാറുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ജ്യോത്സ്യന്മാരും ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം അവർ കൃത്യമായിട്ട് പ്രവചനം പാലിക്കാതെ കുറേ പേര് ജ്യോത്സ്യന്മാർ ഇതെല്ലാം തട്ടിപ്പാണെന്ന് പറഞ്ഞ് എതിർക്കുന്നു, കുറേ പേര് ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ജനത്തിന് ഗുണം കിട്ടാണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള യുക്തിവാദികളുടെ ഭാഗത്തേക്ക് നമുക്ക് പോകേണ്ടി വരും. ഇത് അന്ധവിശ്വാസത്തിലേക്ക് തന്നെ തള്ളിപ്പോകുന്ന ഒരു ശാസ്ത്രമായിട്ട് പരിണമിക്കുകയാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ പല ഭവനങ്ങളിലൊക്കെ കൂടിയിരിക്കുന്ന പല മിടുമിടുക്കൻ തന്ത്രിമാരും ചെന്നിട്ട് ഈ സർപ്പത്തിനെയൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ ഇടവ 10 ശേഷം മിഥുന മാസത്തിലാണ് പലരും ഈ സർപ്പപ്രതിഷ്ഠകളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ സർപ്പത്തിന് ഒരു കാരണവശാലും ഇടവ 10 മുതൽ കന്നി ആയില്യം വരെയുള്ള സമയങ്ങളിലൊന്നും ഒരു സർപ്പ പൂജകളും ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങളോട് പറഞ്ഞത് ഒരു കാരണവശാലും സർപ്പ പൂജകൾ അരുത് എന്നാണ് പറഞ്ഞത്. അതായത് സർപ്പ സുഷുപ്തി കാലഘട്ടമാണ്. സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ആസ്ട്രോളജർമാർ, ചില ആചാര്യന്മാർ പറയുന്നത് പാതി മയക്കേ ഉള്ളൂ, അതായത് പകുതി മയങ്ങാണ്. നമ്മളിപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞാലും പകുതി അവർ കേൾക്കുമെന്ന് പറയാം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഈ പാതി മയക്കത്തിൽ പറയുന്നത് എന്തിനാ? നമ്മൾ ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ പോരെ? എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു വ്യക്തിയെ ഉറക്കത്തിൽ അയാൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മളൊരു വാഹനത്തിൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പിറ്റേ ദിവസം പുലർന്നു കഴിയുമ്പോൾ അയാൾ നോക്കി കഴിയുമ്പോൾ വീട്ടിൽ കിടന്ന് തുടങ്ങിയ ആൾ തിരുവനന്തപുരത്താണ് നിൽക്കുന്നത്. സ്ഥലകാലബോധം വന്നു കഴിയുമ്പോൾ ആൾ നോക്കും എവിടെയാണ്, തിരുവനന്തപുരത്താണ്. പിന്നെ എന്താ ചിന്തിക്കുന്നത്? എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകണം, വീണ്ടും കോഴിക്കോട് പോകണം എന്നുള്ള ചിന്തയിലാണ് ആൾ. എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോകണം. അതേപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആളെ ഈ ഒരു സ്ഥലത്തു നിന്ന് എടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും ഉണർന്നു കഴിയുമ്പോൾ ഞാൻ ഇരുന്ന സ്ഥലമല്ലാന്ന് കഴിയുമ്പോൾ വീണ്ടും സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാത്ത പണി ചെയ്യേണ്ട കാര്യമുണ്ടോ? അതായത് പ്രതിഷ്ഠ ആര് വേണമെങ്കിലും നടത്തട്ടെ. ഇനിയിപ്പോൾ 10 ആചാര്യന്മാരെ കണ്ട് 10 പേരും ഒരു ഭവനക്കാരെ തന്നെ പറഞ്ഞു അവർ ചെയ്താൽ മാത്രമേ, അത് ചില ഗ്രന്ഥങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, ഇന്ന കുലത്തിലുള്ള ഇന്ന ഭവനത്തിലുള്ള ഇന്ന ആൾ ചെയ്താൽ മാത്രമേ ഈ സർപ്പം കേൾക്കുള്ളൂ എന്ന് പറയുന്നത്. നമ്മളുടെ അടുത്ത് വരുന്ന എല്ലാ പൂജകളിലും നമ്മൾ സർപ്പം ആവാഹിക്കാറുണ്ട്. സർപ്പത്തിന് പ്രതിഷ്ഠ നടത്തി കൊടുത്തിട്ടുണ്ട് പലയിടത്തും. ഈ സർപ്പമൊക്കെ ആവാഹിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ത്വക്ക് രോഗങ്ങൾ മാറിയിട്ടുണ്ട്, മാനസിക രോഗങ്ങൾ മാറിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, വിവാഹ തടസ്സങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സർപ്പം ആവാഹിക്കാതെ എങ്ങനെയാണ് പോകുന്നത്? ഈ സർപ്പം ബാധയിൽ നിൽക്കുന്നതിന് ആവാഹിക്കാനാണ് ബുദ്ധിമുട്ട്, അല്ലാതെ നമുക്ക് കുടിയിരുത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ അവരെ ഉപദ്രവിക്കാൻ ചെല്ലണമല്ല. നമ്മളിവിടുന്ന് ബലമായിട്ട് നിങ്ങളിപ്പോൾ പിടിച്ചു കൊണ്ടുപോകാൻ വന്നാലാണ്, നിങ്ങൾ പോരാൻ തയ്യാറല്ല, പിടിച്ചു കൊണ്ടുപോകാൻ വന്നാലാണ് എതിർക്കുന്നത്. ഇത് എതിർക്കുന്നില്ലല്ലോ. നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് മനോഹരമായ ഒരു ഇരിപ്പിടം തരാം, അവിടേക്ക് വന്ന് ഇരുന്നോളൂ, ഇനിയുള്ള കാലഘട്ടത്തിൽ കൃത്യമായിട്ട് പൂജാക്രമം വിധിച്ചിട്ട് ആ രീതിയിലുള്ള പൂജ തരാം. അപ്പോൾ അതുകൊണ്ട് അവർ വേണ്ടാന്ന് ഒരിക്കലും പറയില്ല. കാരണം അവർ റെഡിയാണ്. നമ്മൾ നല്ല ഇരിപ്പിടത്തിൽ നല്ലൊരു സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് കൃത്യമായിട്ട് അതിനെ പരിപാലിക്കുമ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാ? അപ്പോൾ ഇതൊക്കെ മൂഢന്മാരായ ജ്യോത്സ്യന്മാരുടെ തെറ്റുകളാണ്. നമ്മൾ മുൻപ് ഇവിടെ പ്രോഗ്രാം ചെയ്തപ്പോൾ ഈ ജ്യോത്സ്യന്മാരെ കുറ്റം പറഞ്ഞു, ആചാര്യന്മാരെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻസ് വന്നുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ കുറ്റം പറയാത്ത ഒരു എപ്പിസോഡും ഇല്ലയെന്ന് പറഞ്ഞു. ഞാനും ഈ കമൻ്റൊക്കെ അടിച്ചു നോക്കാറുണ്ട്. അപ്പോൾ പറയുന്നത് അതിനകത്ത് മുഴുവൻ നമ്മളെ തെറിവിളിച്ചുകൊണ്ടിരിക്കുക. ഇയാൾ കുറ്റം പറയാത്ത ഒരു എപ്പിസോഡ് പോലും ഞങ്ങൾ കണ്ടില്ല എന്ന്. നമ്മൾ കുറ്റം പറയാതിരിക്കണം എങ്ങനെയാണ്? ഞാൻ എൻ്റെ ജീവിതം വെച്ചിട്ട് 18 വയസ്സ് മുതൽ 17 വർഷം ഇതിൻ്റെ പിന്നാലെ ഓടി 35 വർഷക്കാലം ജ്യോതിഷത്തിൻ്റെ പിന്നാലെ നടന്ന പൂജയും കാര്യവും കർമ്മമൊക്കെ ചെയ്ത് ഞാൻ പൂജയ്ക്ക് ചെല്ലുന്ന സമയത്ത്, അതായത് ഒരു പൂജാരിയുടെ അടുത്ത് പൂജാകർമ്മത്തിന് ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ എത്ര രൂപ പറഞ്ഞാലും നമ്മളതിന് തയ്യാറാണ്. നമുക്കൊരു പരാതിയില്ല, നമുക്ക് കാര്യം നടന്നു കിട്ടിയാൽ മതി. ശരിയായാലും തെറ്റായാലും എനിക്ക് പരാതിയില്ല, പൈസ പോയാലും ഞാൻ അവിടെ ഒരു പരാതിക്കും ചെല്ലാറില്ല. എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഇത് ചെയ്തു വിട്ട് കഴിഞ്ഞിട്ട് പിന്നീടുള്ള കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് വന്ന് നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ വിളിച്ചോ, ഞാൻ ഫ്രീ ആയിട്ട്, ഇനിയുള്ള കാലമൊക്കെ ഫ്രീ ആണ് നിങ്ങൾക്ക്. നമുക്ക് ഒരിക്കൽ മാത്രം ഇവിടെ പൈസ അടച്ചാൽ മതി, അല്ലാതെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഈ പൂജാക്രമത്തിന് വേണ്ടി പൈസ മുടക്കണ്ടെന്ന് പറയുന്നത്. കാരണം മനുഷ്യരാണ്, നമുക്കൊരു രോഗം വന്നു, അത് മാറ്റി വീണ്ടും രോഗം വരാം. അപ്പോൾ ഡോക്ടർക്ക് കുറ്റമുണ്ടോ? ഡോക്ടർ ചികിത്സിച്ച് കഴിയുമ്പോൾ രോഗം മാറ്റി കഴിഞ്ഞു. രോഗം മാറ്റി വീണ്ടും രോഗം വരുന്നത് ഒന്നുകിൽ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ആ
ഇരിപ്പിടം അല്ലെങ്കിൽ നിങ്ങൾ അധിവസിക്കുന്ന ഗ്രഹത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ രോഗം വരുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ബാധാദോഷം വരുന്നത്. നമുക്കൊരു ശത്രു, നിരന്തരമായ ഒരു ശത്രു ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് 100 പേര് വന്ന് പൂജ കഴിഞ്ഞു അതിൽ 90 പേരും അത് ഓക്കെയാണ്, 10 പേരാണ് വില്ലന്മാരാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പുതിയതായിട്ടുള്ള ശത്രു ഉണ്ടാവും. അപ്പോൾ ഈ പുതിയതായിട്ട് ഒരു ശത്രു ഉണ്ടെങ്കിൽ നമ്മുടെ തല പൊങ്ങാണ്ടിരിക്കാൻ വേണ്ടി അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, എവിടെയെങ്കിലും പോയി ക്ഷുദ്രം ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ഇവർ നമുക്ക് ഒഴിയാബാധയായിട്ട് ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സങ്കടം, അവർക്ക് സങ്കടം. അപ്പോൾ എന്നാലും നമ്മൾ അവരോട് നിർദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. വിളിച്ചു കഴിഞ്ഞാൽ അത് നോക്കാൻ പോലും വരേണ്ട ആവശ്യമില്ല. ഫോണിലൂടെ വിളിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒഴിവുള്ള സമയങ്ങളിൽ നോക്കിയിട്ട് പറയും. എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന മാതിരി വന്നിട്ടുണ്ട്, ഇന്ന ദിവസം പൂജയുണ്ട്, അന്ന് നിങ്ങൾ വന്നോളൂ, ആ ടൈമിന് വന്നാൽ തീർച്ചയായിട്ടും മാറ്റി തരാമെന്ന് പറയുന്നത്. അതിന് നമ്മൾ പൈസ വാങ്ങുന്നില്ല. അപ്പോൾ വരുമ്പോൾ ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വന്നാൽ ഒരു കൈവേഷദോഷമാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിന് അരമണിക്കൂർ മാത്രമേ വരുള്ളൂ. കാരണം കൈവേഷദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉച്ചാരണം എന്ന് പറഞ്ഞ കർമ്മം ചെയ്യേണ്ട വരില്ല, അതൊരു ചെറിയ ബാധാദോഷമാണ്. അതേസമയത്ത് ഉച്ചാരണം ചെയ്യേണ്ട ഒരു കർമ്മമാണെങ്കിൽ നമ്മുടെ പൂജയുടെ നീളുന്നതനുസരിച്ച് അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വരുമ്പോൾ ഒരു ദിവസം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് എപ്പോഴും നമ്മൾ പറയുന്ന ജ്യോതിഷം എന്ന് പറയുന്ന, പൂജ എന്ന് പറയുന്ന, താന്ത്രികം എന്ന് പറയുന്ന, മാന്ത്രികം എന്ന് പറയുന്ന ഈ സംവിധാനത്തിലൂടെ ഏതൊരു മനുഷ്യനെയും നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെ റിസൾട്ട് കൊടുത്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും, നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ, ടീനേജ് ചോദിക്കുന്ന പോലെ ഇതൊക്കെ തട്ടിപ്പല്ലേ, അന്ധവിശ്വാസമല്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ല. നമുക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് എന്തിനാ? ഇപ്പോൾ നമ്മൾ ഭഗവാൻ, ഞാൻ എല്ലാ വർഷവും തിരുപ്പതി വെങ്കടേശ്വരൻ്റെ അടുത്ത് പോയി തലമുണ്ടനം ചെയ്യുന്ന ആളാണ്. ഈ തവണയും തലമുണ്ടനം ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയി തലമുണ്ടനം ചെയ്യും കുറേ പൈസ, അതായത് ഭഗവാൻ ഇങ്ങനെ പൈസ വേണമെന്നുള്ളതാണ് ഭഗവാന്റെ പുരാണത്തിൽ പറയുന്നത്. അതായത് കുബേരനിൽ നിന്ന് കടം വാങ്ങിച്ചാൽ ആ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭഗവാനോട് ധനം കൊടുത്ത് അങ്ങനെയാണ് കടം വീട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭക്തൻ കൊടുക്കുന്ന ധനത്തിനനുസരിച്ചാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. അതാണ് ഭഗവാന്റെ പുരാണം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എല്ലാ വർഷം പോയി ഭഗവാന് ധനം കൊടുക്കുകയും തലമുണ്ടനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കും, അതിനുള്ള പ്രതിഫലം നമുക്ക് തരുമെന്നുള്ളത്. അപ്പോൾ ആ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ഞാൻ ആളുകളോട് പറയുന്നത്, നമ്മുടെ അടുത്ത് വരുന്ന എല്ലാവരോടും പറയുന്നത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്നീട് എപ്പോഴായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും വിളിക്കാം, കാരണം ഒരു പരാതിയില്ല. പിന്നെ ചിലർക്ക് വരുന്നതെന്ന് വെച്ചാൽ ഗ്രഹങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ഗ്രഹം ചേഞ്ച് ചെയ്ത് ബുദ്ധിമുട്ടാകുമ്പോഴും അവരുടെ ഭയം വീണ്ടും എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് വിളിച്ചാലും നമ്മൾ നോക്കിയിട്ട് പറയും, വേറെ ഒന്നും പേടിക്കണ്ട, വേറെ ഈ ഗ്രഹം ചേഞ്ച് ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ, അതിന് ചെറിയ ക്ഷേത്ര വഴിപാട് എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാർ കൃത്യമായിട്ട് ജനങ്ങൾക്ക് റിസൾട്ട് കൊടുക്കുകയും അവരെ അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ വിശ്വസിച്ച് പിന്നാലെ തന്നെ വരും, ഒരു തർക്കമില്ല. അപ്പോൾ ഈ സർപ്പപ്രതിഷ്ഠ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇടവ 10 മുതൽ കന്യ ആയില്യം വരെയുള്ള സമയത്ത് ഏത് കുലത്തിലുള്ള ഏത് കൊലകൊമ്പൻ മിടുക്കൻ വന്ന് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങൾ പൈസ ചെലവാക്കുന്നതാണ്, നിങ്ങളാണ് അതിൻ്റെ അവകാശി, നിങ്ങൾ പറയണം ഈ സമയത്ത് ഞങ്ങൾക്ക് സർപ്പപ്രതിഷ്ഠ വേണ്ടാന്ന് തന്നെ പറയണം. അതേപോലെ സർപ്പ ആവാഹനത്തിനും നിങ്ങൾ നിന്നു കൊടുക്കരുത്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പൈസ ചെലവാക്കുമ്പോൾ നമുക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. കൈക്കൂലി കൊടുക്കുന്നതും കുറ്റമാണ്, വാങ്ങുന്നതും കുറ്റമാണെന്ന് പറഞ്ഞ പോലെ കൊടുക്കുന്നതിന് മുമ്പും കൂടി ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞ പോലെ ഈ കാര്യവും നമ്മളൊന്ന് ചിന്തിച്ചിരിക്കണം. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.